പാലക്കാട് 4 വയസ്സുകാരെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി 6 വർഷത്തിനു ശേഷം പിടിയിൽ. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച സുരേഷിനെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. 2019 നടന്ന സംഭവത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേരായിരുന്നു പ്രതികൾ. 2ാം പ്രതി പടയപ്പ, 4ാം പ്രതി ഫെമിന എന്നിവർ ഒളിവിലാണ്. സലാം മുഹമ്മദ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സലാം, ഈ കേസിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? 2019 ഈ ക്രൂരമായ കൊലപാതകം നടക്കുന്നത്. കൂട്ടബലാത്സംഗത്തിനിടെ 4 വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞ് കൊല്ലപ്പെടുകയായിരുന്നു. നാടോടി കുഞ്ഞാണ്. ആ കുഞ്ഞിന് തൊട്ടടുത്ത് തന്നെ താമസിക്കുകയായിരുന്നു ഈ പ്രതികൾ. ആ പ്രതികളാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും ബലാത്സംഗത്തിനിടെ കുട്ടി കൊല്ലപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ഈ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു. പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ തുമ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് നടത്തിയ ഒരു കൃത്യമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതികളിലേക്ക് എത്തുന്നത്. 5 പ്രതികളാണുള്ളത്. അതിൽ 2 സ്ത്രീകളും 3 പുരുഷന്മാരുമാണ്. അതിൽ 1ാം പ്രതിയായിട്ടുള്ള ഈ സുരേഷ് കുമാറും അതോടൊപ്പം തന്നെ മറ്റു 2 പ്രതികളും പടയപ്പ എന്ന് പറയുന്ന 2ാം പ്രതിയും 4ാം പ്രതിയായിട്ടുള്ള ഫെമിന എന്ന് പറയുന്ന ഈ സുരേഷ് കുമാറിന്റെ ഭാര്യയും ആണ് ഈ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പിന്നീട് ഒളിവിൽ പോയത്. ആ പ്രതിയിൽ സുരേഷ് കുമാറിനെയാണ് ഇന്നലെ തമിഴ്നാട്ടിൽ വെച്ച് പാലക്കാട് നോർത്ത് പോലീസ് പിടികൂടിയിരിക്കുന്നത്. സുരേഷ് കുമാറിനെ മറ്റു നടപടിക്രമങ്ങൾക്ക് ശേഷം പിന്നീട് കോടതി നടപടിയിലേക്ക്, അതായത് ജയിലിലേക്ക് അയക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾക്കായിട്ടുള്ള ഈ ഫെമിന എന്ന് പറയുന്ന സുരേഷ് കുമാറിൻ്റെ ഭാര്യയ്ക്കും അതോടൊപ്പം തന്നെ പടയപ്പ എന്ന് പറയുന്ന 2ാം പ്രതിക്കും വേണ്ടിയുള്ള തിരച്ചിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആകെ 5 പ്രതികളാണുള്ളത്. ഇതിൽ മറ്റു 2 പ്രതികൾ, അതായത് ഇപ്പോൾ പിടികിട്ടാനുള്ള 2 പേരെയും ഇപ്പോൾ പിടികൂടിയിട്ടുള്ള സുരേഷ് കുമാറിനെയും കൂടാതെ 2 പേർ കൂടി ഈ കേസിലുണ്ട്. അവർ 2 പേരും ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2019 പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വെച്ചാണ് ഈ ക്രൂരമായ കൊലപാതകവും ബലാത്സംഗവും നടക്കുന്നത്. സ്റ്റേഡിയം പരിസരത്താണ് ഈ കുഞ്ഞും കുടുംബവും താമസിച്ചിരുന്നത്. അവരോടൊപ്പം തന്നെ തൊട്ടടുത്താണ് ഈ പ്രതികൾ താമസിച്ചിരുന്നത്. ഈ പ്രതികളാണ് ഈ 5 പേർ ചേർന്ന് ഈ കുഞ്ഞിനെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ബലാത്സംഗത്തിനിടെ ഈ കുഞ്ഞ് കൊല്ലപ്പെടുകയുമായിരുന്നു. കൊലപ്പെടുത്തിയ ശേഷം പ്ലാസ്റ്റിക് കവറിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ആ കേസിലാണ് പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ 5 പേർ ചേർന്ന് ഈ ക്രൂരമായ കൃത്യം ചെയ്തെന്ന് പോലീസ് കണ്ടെത്തുകയും ഇതിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഈ 3 പ്രതികൾ സുരേഷ് കുമാറും സുരേഷ് കുമാറിന്റെ ഭാര്യ ഫെമിനയും അതോടൊപ്പം തന്നെ 2ാം പ്രതിയായിട്ടുള്ള പടയപ്പയും ഒളിവിൽ പോയത്. ആ ഒളിവിൽ പോയതിൽ ഒരാളെയാണ് ഇപ്പോൾ പാലക്കാട് നോർത്ത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ തമിഴ്നാട്ടിൽ വെച്ചാണ് ഇയാളെ കണ്ടെത്തിയത്. ഇയാൾ ഒളിവിൽ അവിടെ കഴിയുകയായിരുന്നു. അങ്ങനെ പോലീസ് അവിടെ അറസ്റ്റ് ചെയ്ത് അതിനുശേഷം ഇന്നലെ രാത്രിയിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്ന കൃത്യമായ ഒരു നീക്കം തന്നെയാണ് ഈ രീതിയിൽ പ്രതികളിലേക്ക് അല്ലെങ്കിൽ ഒളിവിൽ പോയ ഇയാളെ കണ്ടെത്തുന്നതിലേക്ക് തന്നെ കടക്കാനായത്. ഇനി മറ്റു 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അതായത് ഈ സുരേഷ് കുമാറിന്റെ ഭാര്യ ഫെമിന, അവർ ഈ കേസിൽ 4ാം പ്രതിയാണ്. അതോടൊപ്പം തന്നെ 2ാം പ്രതിയായിട്ടുള്ള പടയപ്പ. ഈ 2 പേരെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ശരി, സലാം മുഹമ്മദ് നൽകുകയായിരുന്നു പാലക്കാട് നിന്നും വിവരങ്ങൾ.